നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ഭരണം, അല്ലേ? പക്ഷെ എന്താണ് ശരിക്കും നല്ല ഭരണം? അത് വലിയ പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല. അത് ജനങ്ങളെ കേൾക്കതാണ്, അവരുടെ പറയാത്ത വാക്കുകൾ പോലും മനസ്സിലാക്കലാണ്. ഡേറ്റയുടെ സഹായത്തോടെ ഒരു മണ്ഡലത്തിന്റെ ഹൃദയമിടിപ്പ് വരെ നമുക്ക് തൊട്ടറിയാൻ സാധിക്കും. അപ്പോ ഇത് കോട്ടക്കൽ എന്നൊരു മണ്ഡലത്തെക്കുറിച്ചുള്ള വിശകലനം മാത്രമല്ല, നല്ല ഭരണത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. കോട്ടക്കൽ കേരളത്തിന്റെ ഹൃദയഭാഗത്ത് മലപ്പുറം ജില്ലയിൽ. ഇതൊരു തീരദേശമോ മലയോരമോ അല്ല, കേരളത്തിന്റെ തനതായ ഇടനാടൻ ഭൂപ്രകൃതിയാണ്. അതായത് ഇവിടുത്തെ ജീവിതത്തിൽ ഗൾഫ് പണത്തിന്റെ സ്വാധീനമുണ്ട്, ഒപ്പം കാർഷിക സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള വേരുകളുമുണ്ട്. ഈ മണ്ണിന്റെ, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ വിശകലനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഴത്തിലുള്ള ഈ പ്രാദേശിക യാഥാർത്ഥ്യങ്ങളിലാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ ഒരുപാട് ബഹളങ്ങൾ കേൾക്കും. വാഗ്ദാനങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ. ഇതിനെല്ലാമിടയിൽ സാധാരണക്കാർ ശരിക്കും എന്താണ് പറയുന്നത്? ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ഈ മുഴുവൻ അന്വേഷണത്തിന്റെയും അടിത്തറ. ഡാറ്റയിലൂടെ വോട്ടർമാരുടെ യഥാർത്ഥ ആശങ്കകളും ആവശ്യങ്ങളും എന്താണെന്ന് കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏതൊരു തന്ത്രം മെനയുന്നതിനു മുൻപ് നമ്മൾ നിൽക്കുന്ന ഭൂമി എങ്ങനെയുള്ളതാണെന്ന് ശരിക്കും മനസ്സിലാക്കണം, അല്ലേ? കോട്ടക്കല്ലിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? വരൂ, നമുക്കീ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഘടന ഓരോന്നായി പരിശോധിക്കാം. അപ്പോ കോട്ടക്കൽ എന്നു പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. ജനസംഖ്യയുടെ ഏകദേശം 70% മുസ്ലിംകളും ഒരു 28% ഹിന്ദുക്കളുമാണിവിടെയുള്ളത്. പക്ഷേ ഈ കണക്ക് വെറുമൊരു നമ്പരല്ല. ഇതാണ് അവിടത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത്, സാമൂഹിക ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്നത്, എന്തിന് വികസന മുൻഗണനകളെ വരെ സ്വാധീനിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ ഒറ്റനോട്ടത്തിലെ എല്ലാം വ്യക്തമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 51% വോട്ട്, വ്യക്തമായ വിജയം. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാം സ്ഥാനത്ത് വന്ന NCPക്ക് കിട്ടിയത് 40%-ൽ കൂടുതൽ വോട്ടാണ്. അവരും അതേ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. അതായത് സിറ്റിംഗ് MLAക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും മുന്നണിക്കുള്ളിൽ തന്നെ കാര്യമായ വോട്ട് വിഭജനം നടന്നിട്ടുണ്ടെന്ന് സാരം. 2021 വോട്ട് ചെയ്തത് 73.87% പേരാണ്. അതായത് 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുടെ ശബ്ദം. ഇത് തീർച്ചയായും ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അടയാളമാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. മുൻ വർഷത്തേക്കാൾ പോളിംഗിൽ ചെറിയൊരു കുറവുണ്ട്. വോട്ട് ചെയ്യാൻ വരാതിരുന്ന ആ 26% ആളുകൾ, അവരുടെ മനസ്സിൽ എന്തായിരിക്കും? അവരുടെ നിശബ്ദത നമുക്ക് നൽകുന്ന സൂചന എന്താണ്? നിലവിലെ MLA പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ 2 തവണ തുടർച്ചയായി വിജയിച്ച ശക്തമായ പാർട്ടി പിന്തുണയുള്ള ഒരു നേതാവാണ്. മണ്ണിന്റെ മകൻ എന്നൊരു ഇമേജുമുണ്ട്. എല്ലാം നല്ലതുതന്നെ. പക്ഷേ ഡേറ്റ നമ്മളോട് പറയുന്നത് വേറൊരു കഥയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെയും ക്ഷേമ പദ്ധതികളുടെയും കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു ശരാശരി നിലവാരത്തിൽ മാത്രമാണ്. ഈ വിടവിലാണ് ജനങ്ങളുടെ അതൃപ്തി പതിയെ രൂപപ്പെടുന്നത്. അപ്പോ ഇനിയാണ് നമ്മൾ ഈ വിശകലനത്തിന്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ അസംതൃപ്തരാകുന്നത്? ഞങ്ങളുടെ ഡേറ്റാ വിശകലനത്തിൽ വോട്ടർമാർക്കിടയിൽ വ്യാപകമായ അസംതൃപ്തിക്ക് കാരണമാകുന്ന 4 പ്രധാന പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളിതിനെ 4 സംഘർഷങ്ങൾ അല്ലെങ്കിൽ 4 ഫ്രിക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവ വെറും പരാതികളല്ല, ഭരണ സംവിധാനവും ജനങ്ങളും തമ്മിലുള്ള ഉരസലുകളാണ്. ഒന്നാമത്തെ സംഘർഷം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, വിലക്കയറ്റത്തിന്റെ ഞെരുക്കം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ജാതിക്കും മതത്തിനും സാമ്പത്തിക നിലയ്ക്കും അപ്പുറം അടുക്കളയിൽ തീ പുകയുന്ന എല്ലാ വീടുകളിലെയും പ്രധാന ചർച്ചാ വിഷയം ഇതാണ്. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ഇത് ശരിക്കും തകർക്കുന്നുണ്ട്. ഈ നിയന്ത്രണമില്ലാത്ത വിലക്കയറ്റത്തിന് സർക്കാരിനെയാണ് വോട്ടർമാർ കുറ്റപ്പെടുത്തുന്നത്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് തിരികൊടുത്തുന്നു. ഓർക്കുക, നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ആ അന്തസ്സിനെയാണ് ഓരോ ദിവസവും ഈ വിലക്കയറ്റം ചോദ്യം ചെയ്യുന്നത്. രണ്ടാമത്തെ സംഘർഷം തൊഴിലില്ലായ്മയുടെ പിരിമുറുക്കമാണ്. പ്രത്യേകിച്ചും മലപ്പുറം പോലുള്ള ജില്ലകളിൽ ഗൾഫിൽ നിന്നുള്ള പ്രവാസികളുടെ മടങ്ങിവരവ് ഈ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. യുവാക്കൾക്കിടയിലും നല്ല വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾക്കിടയിലും ഓരോ പ്രവാസി കുടുംബത്തിലും കനത്ത ആശങ്ക നിലനിൽക്കുന്നു. ഈ കണക്കൊന്ന് ശ്രദ്ധിക്കൂ. മലപ്പുറം ജില്ലയിൽ മാത്രം 6 ലക്ഷം തൊഴിലന്വേഷകരാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓർക്കണം, ഇത് വെറും ഔദ്യോഗിക കണക്കാണ്. യഥാർത്ഥ സംഖ്യ ഇതിലും എത്രയോ വലുതായിരിക്കാം. ഇത് വെറും ഒരു സാമ്പത്തിക പ്രശ്നമല്ല. ഇത് ഓരോ വീടിന്റെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്.
മൂന്നാമത്തെ പ്രശ്നം നമ്മളെല്ലാവരും ദിവസവും അനുഭവിക്കുന്ന ഒന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ശോച്യാവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, വെള്ളമില്ലാത്ത പൈപ്പുകൾ, ഗതാഗതക്കുരുക്ക് — ഇത് വെറും അസൗകര്യമല്ല. ഇത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഭരണകൂടത്തിന്റെ പരാജയത്തിന്റെ നേർക്കാഴ്ചയാണ്. ഉദാഹരണത്തിന്, പൊന്മള പോലുള്ള പഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം, അല്ലെങ്കിൽ മിക്ക ഉൾനാടൻ റോഡുകളുടെയും തകർന്ന അവസ്ഥ. മഴക്കാലത്ത് വെള്ളം കയറുന്നതും അഴുക്കുചാലുകൾ വൃത്തിയാക്കാത്തതും സ്ഥിരം പരാതികളാണ്. ഇത്തരം വികസന മുരടിപ്പുകൾ ജനങ്ങളിൽ ഭരണസംവിധാനത്തോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതാക്കുകയാണ്. നാലാമത്തെ സംഘർഷം ഒരുപക്ഷെ ഏറ്റവും അപകടകരമായ ഒന്നാണ്. ലംഘിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ നൽകുന്ന മടുപ്പ്. ഇത് റോഡിനെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ മാത്രമല്ല, ഇത് വിശ്വാസത്തെക്കുറിച്ചാണ്. ജനങ്ങൾക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ്. ക്ഷേമ പെൻഷനുകൾ വൈകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് വോട്ടർമാര് പറയുന്നത്. റേഷൻ കാർഡിനും വീടിനും വേണ്ടിയുള്ള അപേക്ഷകളിലെ കാലതാമസം സാധാരണക്കാരെ വല്ലാതെ വലയ്ക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ച് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ ജനങ്ങൾക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്നു. ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി. ഇനി പരിഹാരം വേണ്ടേ? അതിനായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചട്ടക്കൂടാണ് ചതുർമുഖ സിദ്ധാന്തം. ജനങ്ങളുടെ 4 പ്രധാന ആശങ്കകളെയും ഒരേ സമയം അഭിസംബോധന ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഒരു 4 തല സമീപനമാണിത്. ഈ സിദ്ധാന്തത്തിന് 4 തൂണുകളുണ്ട്. 1. ശിവൻ, ആക്രമണം. പഴയതിനെ നശിപ്പിക്കുന്നതുപോലെ വിലക്കയറ്റം പോലുള്ള ഭരണപരാജയങ്ങളെ ശക്തമായി തുറന്നു കാട്ടുക. 2. വിഷ്ണു, സ്ഥിരത. സംരക്ഷകനെപ്പോലെ മതേതരത്വവും ക്രമസമാധാനവും ഉറപ്പാക്കുന്ന ഒരു സുസ്ഥിര ഭരണകൂടമെന്ന വിശ്വാസം ജനങ്ങൾക്ക് നൽകുക. 3. ബ്രഹ്മാവ്, നവീകരണം. സൃഷ്ടാവിനെപ്പോലെ യുവാക്കൾക്കായി ടെക് ജോലികൾ പോലുള്ള പുതിയ ആശയങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും മുന്നോട്ടുവയ്ക്കുക. 4. ദുർഗ, സംരക്ഷണം. ദുർബലരുടെ സംരക്ഷകയായി ക്ഷേമപദ്ധതികളും ന്യൂനപക്ഷ അവകാശങ്ങളും ഉറപ്പാക്കുക. ആക്രമണം, സ്ഥിരത, നവീകരണം, സംരക്ഷണം — ഇവയുടെ ഒരു തന്ത്രപരമായ സമന്വയമാണിത്. ഈ വലിയ തന്ത്രങ്ങളൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷെ സാധാരണക്കാരന് എങ്ങനെ ഇതിന്റെ ഗുണം കിട്ടും? ഉൾക്കാഴ്ചയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കുള്ള ഒരു വ്യക്തമായ ഭരണരൂപരേഖ — അതാണ് അടുത്ത നിർണായക ഘട്ടം. ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ പെട്ടെന്ന് ഫലം കാണുന്ന 3 കാര്യങ്ങൾ നടപ്പിലാക്കണം. 1. പെൻഷൻ പ്ലസ് അഡ്വാൻറ്റേജ്. മുടങ്ങിയ പെൻഷനുകൾ ഉടൻ പുനഃസ്ഥാപിച്ച് വർദ്ധിപ്പിക്കുക. ഇത് പ്രായമായവരോടുള്ള ബഹുമാനം വീണ്ടെടുക്കലാണ്. 2. റാപ്പിഡ് റോഡ് റിപ്പയർ. ഒരു റോഡ് ബ്ലിറ്റ്സ് നടത്തി മണ്ഡലത്തിലെ കുഴികളെല്ലാം അടയ്ക്കുക. ഇത് ജനങ്ങളുടെ ദൈനംദിന യാത്രകളോടുള്ള കരുതലിന്റെ അടയാളമാണ്. 3. വാട്ടർ വർക്ക്സ് പുഷ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ വേഗത്തിൽ പൈപ്പ് ലൈൻ പദ്ധതികൾ തുടങ്ങുക. ഇത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമെന്നുറപ്പാണ്. ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. തന്ത്രപരമായ തീരുമാനങ്ങളും പ്രവർത്തനപരമായ തീരുമാനങ്ങളും രണ്ടാണ്. സ്ഥാനാർത്ഥി നിർണയം, നയപരമായ വാഗ്ദാനങ്ങൾ എന്നിവയാണ് തന്ത്രം. എന്നാൽ റാലികൾ സംഘടിപ്പിക്കുന്നതും മറ്റും അത് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു മികച്ച തന്ത്രം മാത്രം പോരാ, അത് നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു ടീമും വേണം. പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയും സമ്മതവും പരമപ്രധാനമാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വ്യക്തിവിവര സംരക്ഷണ നിയമമനുസരിച്ച് ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ അറിവോടും വ്യക്തമായ സമ്മതത്തോടും കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയും, തിരഞ്ഞെടുപ്പുകൾ എന്നത് ശരിക്കും ഭരണത്തിനു വേണ്ടിയുള്ള ഒരു ഡാറ്റ എഞ്ചിനീയറിംഗ് ആണ്. ഇതൊരു രാഷ്ട്രീയ മത്സരം മാത്രമല്ല, മറിച്ച് ജനങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കാനും അവർക്കു വേണ്ടി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും മികച്ച ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കാനുമുള്ള ഒരു പ്രക്രിയയാണ്. ഒരു തന്ത്രം എന്നത് വഴികാട്ടുന്ന ഒരു മാപ്പ് മാത്രമാണ്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം മികച്ച ഭരണം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതിലുപരി ജനങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം. നിങ്ങൾ ഒരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 080420416002 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.